ജാവാസ്ക്രിപ്റ്റിലെ ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു കോഡിനെ ഒരു ബ്ലോക്കിനകത്ത് എഴുതി വെക്കുന്നതാണ് ഫംഗ്ഷൻ. അത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ടാസ്ക് കാണും, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് ആണ്, ആ ടാസ്കുമായിട്ട് റിലേറ്റ് ആണ് കോഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു സ്ഥലത്ത് കൊണ്ട് എഴുതി വെക്കുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കും. അതാണ് ഫംഗ്ഷന്റെ പ്രത്യേകത. പിന്നെ ഫംഗ്ഷന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞു മീൻസ് ഫംഗ്ഷൻ കോഡിന്റെ അകത്ത് എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവത്തില്ല. എപ്പോൾ മാത്രം എക്സിക്യൂട്ട് ആവുന്നു വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അതാണ് ഫംഗ്ഷന്റെയൊക്കെ മെയിൻ ഹൈലൈറ്റ്. അപ്പൊ ഈ 3 പോയിന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. നേരത്തെ പറഞ്ഞ പോലെയാണ് ഏതെങ്കിലും സ്പെസിഫിക് ആയ ടാസ്ക് ഉള്ള കോഡിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഏതെങ്കിലും ഒരു ബ്ലോക്കിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് റൺസ് വെൻ സംതിങ് കാൾസ് ഇറ്റ്. ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ആ ഫംഗ്ഷൻ നെയിം വെച്ചിട്ട് കോൾ ചെയ്താൽ മാത്രമേ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകത്തില്ല, കോഡിനകത്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കിടക്കത്തേ ഉള്ളൂ. പിന്നെ ഫംഗ്ഷന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ഹെൽപ്പ് ഓർഗനൈസ് ദ കോഡ് ആൻഡ് റീയൂസ് ഇറ്റ് വെൻ എവർ നെസസറി. നമ്മളെ കോഡിനെ കുറച്ചും കൂടി റിഫൈൻ ചെയ്യാൻ പറ്റും, ഓർഗനൈസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കും. നമ്മൾ മെയിൻ കോഡിനകത്ത് തന്നെ എല്ലാത്തിന്റെ ലോജിക്ക് എഴുതുന്നതിനേക്കാളും ഓരോ പ്രോബ്ലത്തിന്റെ ഓരോ ലോജിക്ക് സെപ്പറേറ്റ് ഫംഗ്ഷന് കൊടുക്കുന്നെങ്കിൽ നമ്മളെ മെയിൻ കോഡ് എപ്പോഴും ക്ലീനർ ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയുള്ള ഒരു ഫംഗ്ഷൻ ഒന്നുമില്ല. നമുക്ക് ചില ലോജിക്ക് ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് എഴുതി വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും, കോഡ് എപ്പോഴും നീറ്റ് ആയിരിക്കും. നമ്മൾ കോഡിന്റെ ലെങ്ത് കുറയ്ക്കാനും പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അത് ഓരോ എക്സാമ്പിളും പിന്നെ തോനെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ഫുൾ ഐഡിയ കത്തത്തുള്ളൂ. അപ്പൊ ജാവാസ്ക്രിപ്റ്റിനകത്ത് എങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ എന്നൊരു കീവേഡ് ഉണ്ട്. ആ കീവേഡ് ഫസ്റ്റ് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഫംഗ്ഷൻ നെയിം ഡിഫൈൻ ചെയ്യണം. ഫംഗ്ഷൻ നെയിം എന്ന് പറയുമ്പോൾ ഒരു ഇഷ്ടമുള്ള ഒരു പേര്, ആ ഫംഗ്ഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള ഒരു പേര്. ഫംഗ്ഷൻ എഴുതാൻ നേരത്തെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കേമൽ കേസിനകത്ത് എഴുതാൻ നോക്കണം. കേമൽ കേസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ വേർഡ് എപ്പോഴും ലോവർ ലെറ്ററിലായിരിക്കണം അല്ലെങ്കിൽ ലോവർ കേസിലായിരിക്കണം. രണ്ടാമത്തെ വേർഡിന്റെ ആദ്യത്തെ അക്ഷരം എപ്പോഴും അപ്പർ കേസിലായിരിക്കും. അതാണ് കേമൽ കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം, അത് കഴിഞ്ഞിട്ട് പാരാന്തസിസ് ഓപ്പൺ ചെയ്യണം, അത് നമുക്ക് ക്ലോസും ചെയ്യണം. പിന്നെ കർലി ബേസ് ഓപ്പൺ ചെയ്യുക, അത് കണക്ക് ക്ലോസ് ചെയ്യുക. ഈ കർലി ബേസിന്റെ അകത്ത് എഴുതുന്നത് അല്ലെങ്കിൽ ഈ ബ്ലോക്കിനകത്ത് എഴുതുന്ന കോഡാണ് എഴുതുന്ന കോഡ്, അത്രേ ഉള്ളൂ. അപ്പൊ കോഡ് ശരിക്കും എഴുതാനുള്ള ഈ കർലി ബേസിന്റെ അകത്താണ് നമ്മൾ കോഡ് എഴുതാനുള്ളത്. എപ്പോഴാണ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്, ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാം, ഏത് ഫംഗ്ഷനെയാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആ ഫംഗ്ഷന്റെ പേര് ഫസ്റ്റ് എഴുതണം. എന്നിട്ട് അതിന്റെ എൻഡിൽ രണ്ട് കർലി ബേസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷന് കോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയുള്ളൊരു ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ കോഡിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ കീവേഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷന്റെ പേര്, ഞാൻ ഫംഗ്ഷന്റെ പേര് കൊടുക്കുകയാണ് സേ ഹലോ. എന്നിട്ട് പാരാന്തസിസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, കർലി ബേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഈ കർലി ബേസിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് എഴുതാനുള്ള, കോഡ് എഴുതാനുള്ളത്. അപ്പൊ ഞാൻ ഒരു കൺസോളിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കോഡ് എഴുതുകയാണ്, ഫംഗ്ഷൻ സേ ഹലോ. ഓക്കെ, ഞാൻ ഇപ്പൊ ഒന്ന് ബ്രൗസറിൽ ഒന്ന് റീഫ്രഷ് ചെയ്താൽ പോലും ഔട്ട്പുട്ട് ഒന്നും കാണിക്കത്തില്ല. ഞാൻ എന്റെ മെയിൻ കോഡിന്റെ അകത്ത് കോഡ് എഴുതി വെച്ചാൽ പോലും, ഒരു കൺസോളിനകത്ത് പ്രിന്റ് ചെയ്യണ ഒരു കോഡ് ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചാൽ പോലും ബ്രൗസറിനകത്ത് വരത്തില്ല. കാരണം ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഏതിനുള്ളിലാണ് എഴുതിയേക്കുന്നത്, ഒരു ഫംഗ്ഷന്റെ അകത്താണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഫംഗ്ഷനെ കോൾ ചെയ്യണം എങ്ങനെയാണ്, ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഫംഗ്ഷന്റെ പേര്, അതിന്റെ കൂടെ രണ്ട് പാരാന്തസിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, റീഫ്രഷ് ചെയ്യുക. ടടാ, ഫംഗ്ഷന്റെ ഉള്ളിലുള്ള കണ്ടന്റ് പ്രിന്റ് ചെയ്ത് കാണിച്ച്. ഇപ്പൊ ഫംഗ്ഷൻ നൈമിന്റെ അവിടെ പാരാന്തസിസ് കൊടുക്കണം. ഇപ്പൊ ഞാൻ പാരാന്തസിസ് കൊടുത്തില്ല, ജസ്റ്റ് ഫംഗ്ഷൻ നൈം മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല. ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പാരാന്തസിസും കൂടി പാസ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയോ? ഈ പാരാന്തസിസ് കൊടുക്കുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു പാരാന്തസിസ് കൊടുത്തില്ലെങ്കിൽ ഫംഗ്ഷനെ കോൾ ചെയ്യും, പക്ഷെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമാൻഡ് പറയത്തില്ല. ഇപ്പൊ തന്നെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയത്തില്ല. ഇപ്പൊ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ എന്ത് കൊടുക്കണം, പാരാന്തസിസ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു വേറൊരു പുതിയൊരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം.
റീയൂസിന്റെ കാര്യം കൂടി പറയാം. എനിക്കാണെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നെ ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഞാൻ 4 തവണ ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്, 4 തവണ എനിക്ക് അതിന്റെ ഔട്ട്പുട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഫംഗ്ഷനും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഫംഗ്ഷന്റെ പേര് എന്ത് കൊടുക്കാം, ഗ്രീറ്റ്. അതിൻ്റെ അത് നമുക്ക് എന്ത് കൊടുക്കാം, ലോഗിന്റെ അകത്ത് ഫംഗ്ഷൻ ഗ്രീറ്റ്. ഓക്കെ, പിന്നെ റീഫ്രഷ് ചെയ്തെന്നും പറഞ്ഞും എനിക്ക് എന്ത് ചെയ്യത്തില്ല, രണ്ടാമത് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത പുതിയ ഫംഗ്ഷനിലുള്ള ഫംഗ്ഷൻ ഗ്രീറ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കത്തില്ല. അതും എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു ഫംഗ്ഷനെ എന്ത് ചെയ്യണം, കോൾ ചെയ്യണം. ഇവിടെ ശരിക്കും നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പൈലറിന് മനസ്സിലാവും നമ്മളെ മെയിൻ കോഡിന്റെ അകത്ത് 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമ്മളെ കമ്പൈലർ ഓർത്ത് വയ്ക്കും. എക്സിക്യൂട്ട് ചെയ്തതിൽ ഓർമ്മ കാണും, ആ 2 ഫംഗ്ഷൻ അവിടെ വെച്ചിട്ടുണ്ട്, ആ ഫംഗ്ഷന്റെ പേര് ഇതാണെന്ന് ഓർത്ത് ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള കോഡ് ഇങ്ങനെ നോക്കി നോക്കി വരും. നോക്കി നോക്കി വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷൻ കണ്ട്, ഏത് ഫംഗ്ഷൻ, സേ ഹലോ. അപ്പൊ നമ്മളെ എന്ത് വരും, സേ ഹലോ എന്ന് കാണുമ്പോൾ നമ്മളെ കമ്പൈലർ ഓർമ്മ വരും, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ എന്റെ ഉണ്ടെന്ന് ഓർമ്മ വരും. പാരാലിസിസ് കൊടുക്കുമ്പോൾ എനിക്ക് ഇത് ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നോക്കാൻ പറ്റും. അപ്പൊ നേരെ എന്ത് ചെയ്യും, ഇവിടുന്ന് കമ്പൈലർ നേരെ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ പോകും. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ട് എന്നിട്ട് രണ്ടാമത്തെ ലൈനിൽ പോകുമ്പോൾ വേറെ ഇൻസ്ട്രക്ഷനും ഇല്ല. അപ്പൊ നേരെ എന്ത് ചെയ്യും, കമ്പൈലർ നേരെ ഇവിടെ വന്നിട്ട് അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ഒന്നുമില്ല, നേരെ ഇവിടെ പോകാന്ന് പറയും, താഴെ പോകാം. താഴെ പോകുമ്പോൾ ഇവിടെ എന്ത് നടക്കും, വീണ്ടും ഒരു ഫംഗ്ഷൻ ടൈപ്പ് ഗ്രീറ്റ്. അപ്പൊ വീണ്ടും കമ്പൈലർ മനസ്സിലാവും, ഗ്രീറ്റ് എന്ന ഫംഗ്ഷൻ എന്റെ ഉണ്ട്. നേരെ ഇത് നോക്കുമ്പോൾ പാരാലിസിസ് ഓപ്പൺ ആയി. അപ്പൊ ഇതും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ നേരെ കമ്പൈലർ അവിടെ പോകും, ഗ്രീറ്റിന്റെ അകത്ത് പോയിട്ട് അവിടുത്തെ ഇൻസ്ട്രക്ഷന് പ്രിന്റ് ചെയ്ത് കാണിക്കും. പ്രിന്റ് ചെയ്ത് കാണിച്ച് നേരെ വരും, ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്ത് അതിന്, ഇപ്പൊ ഇവിടുത്തെ ഫംഗ്ഷനെ ഞാൻ കണ്ട് അവനെ എക്സിക്യൂട്ടും കൂടി ചെയ്തു. ഇനി എനിക്ക് അവിടെ പോകാം, ധൈര്യമായിട്ട് താഴെ പോകാം. താഴെ പോകാൻ എഴുത് വേറെ ആരും ഇല്ല. അപ്പൊ കോഡ് തീർന്നു. ഇത് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഓക്കെ, കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ സേ ഹലോ ഫംഗ്ഷന്റെ ഉള്ളിൽ ഏത് ഫംഗ്ഷനെ വിളിച്ച്, ഗ്രീറ്റ് ഫംഗ്ഷനെ വിളിച്ച്, എന്നിട്ട് അതിന്റെ അകത്ത് എന്ത് ചെയ്തു, ഒരു കൺസോളിന്റെ അകത്ത് എൻഡ് ഓഫ് സേ ഹലോ. ഓക്കെ, കുറച്ചും കൂടി കോഡ് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തത്, ഇവിടെയും കൊടുക്കുകയാണ്. എൻഡ് ഓഫ് ഗ്രീറ്റിംഗ്. പിന്നെ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ഇവിടെയും കൺസോളിന്റെ അകത്ത് കൊടുക്കുകയാണ്, മെയിൻ കോഡ് സ്റ്റാർട്ട്. എന്നിട്ട് ഞാൻ താഴെ കൊടുക്കുകയാണ് മെയിൻ കോഡ് ടെൻസ്. ഓക്കെ, ഞാൻ ഇനി റീഫ്രഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് കാണിക്കും, മെയിൻ കോഡ് സ്റ്റാർട്ട് എന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ട് എവിടെ പോകും, സേ ഹലോയിൽ പോയിട്ട് ഫംഗ്ഷൻ സേ ഹലോ പ്രിന്റ് ചെയ്യും. എന്നിട്ട് താഴെ വീണ്ടും ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തേക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇവിടം വെച്ച് ഈ ഫംഗ്ഷനോട്ട് ചാടും. ഈ ഫംഗ്ഷൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ആദ്യത്തെ ഫംഗ്ഷനുള്ള വിളിക്കത്തുള്ളൂ. അപ്പൊ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ ഇവിടെ വന്നിട്ട് ഹലോ ഗ്രേറ്റിംഗ് പ്രിന്റ് ചെയ്യും. താഴെ വരും, വീണ്ടും എൻഡ് ഓഫ് ഗ്രീറ്റ് എന്ന് പ്രിന്റ് ചെയ്തിട്ട് താഴെ നോക്കും, ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, നേരെ ഇവിടെ വന്നിട്ട് നേരെ താഴെ ഇറങ്ങും. താഴെ ഇറങ്ങിയിട്ട് താഴെ എന്തുണ്ടോ അതിനെ പ്രിന്റ് ചെയ്ത് കാണിക്കും. പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ട് എന്ത് വരും, നേരെ ഇവിടെ വരും. ആ ഫംഗ്ഷൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ കൺസോൾ ഡോട്ട് ലോഗിൽ പോയിട്ട് മെയിൻ കോഡ് ഇപ്പൊ റീഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടോ, ആദ്യം എന്താ കാണിച്ച്, മെയിൻ കോഡ് സ്റ്റാർട്ട്. നമ്മൾ മെയിൻ കോഡ് ആദ്യം 2 സ്റ്റാർട്ട് ചെയ്ത്, ഒരിക്കലും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല, ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കത്തേ ഉള്ളൂ 2 ഫംഗ്ഷൻ ഉണ്ടെന്ന്. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ താഴെ വരുമ്പോൾ എന്ത് പറയും, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തേക്കും. ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുകൊണ്ട് നേരെ ഏത് പോകും, ആ ഫംഗ്ഷന്റെ ഉള്ളിൽ പോകും. ആ ഫംഗ്ഷനകത്ത് എന്ത് പറഞ്ഞേക്കാണ്, ഒന്ന് പ്രിന്റ് ചെയ്യുക. അത് പ്രിന്റ് ചെയ്ത് കാണിച്ച് നേരെ താഴെ വന്നിട്ട് ഇത് സ്കിപ്പ് ചെയ്ത് വന്നിട്ട് ഇവിടെ പോകത്തില്ല. ഫംഗ്ഷൻ വന്നിന് ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷനായിരിക്കും ഇമ്പോർട്ടന്റ് ഉള്ളത്. അപ്പൊ വേറെ എന്ത് താഴെ ഉണ്ടെങ്കിലും അതിനെല്ലാം ഹോൾഡ് ചെയ്യും, നിർത്തിയിട്ട് ബാക്കിയുള്ള എക്സിക്യൂട്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ പ്രയോറിറ്റി ഇവിടെ പോകും. പ്രയോറിറ്റി എന്തിനാണ്, ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകും. അപ്പൊ നേരെ എവിടെ പോകും, അടുത്ത ഫംഗ്ഷനിൽ പോയിട്ട് ഈ സംഭവം ഇവിടെ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. താഴെ വന്നിട്ട് അതിന്റെ സംഭവം പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി താഴെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ എവിടെ പോകും, വിളിച്ച സ്ഥലത്ത് പോയിട്ട് നേരെ പുതിയ ലൈനിൽ ചാടും. പുതിയ ലൈനിൽ ചാടുമ്പോൾ തരും എൻഡ് ഓഫ് സ്റ്റേ ഹലോ അതും കാണിച്ച്. ഇനി ആ ഒരു ഫംഗ്ഷനകത്ത് വേറെ ഒന്നുമില്ല, ആ ഒരു ഫംഗ്ഷനകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ പോകും, 15ാമത്തെ ലൈനിൽ പോയിട്ട് താഴെ ഇറങ്ങുമ്പോൾ എന്തിനാണ്, മെയിൻ കോഡ് എൻഡ്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ നമ്മളൊരു കോഡിന്റെ ഒരു ഫംഗ്ഷന്റെ അകത്ത് തന്നെ വേറൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. അത് എല്ലാ പ്രോഗ്രാമിലൊന്നും പറ്റത്തില്ല, ചില പ്രോഗ്രാമിലൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് വിളിക്കുന്നതിലൊക്കെ. അപ്പൊ ഇതാണ് ഒരു ഫംഗ്ഷൻ, ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന്റെ രീതി.